ഹായ് വ്യൂവേഴ്സ്, ഞാനിവിടെ പറയാൻ പോകുന്നത് ജിയോയുടെ സിം ഉപയോഗിച്ച് ജിയോയുടെ മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ കമ്പ്യൂട്ടറിലേക്കോ ലാപ്ടോപ്പിലേക്കോ നെറ്റ് ഷെയർ ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ എൻ്റെ ഉള്ളത് ജിയോയുടെ ഫോണാണ്. ജിയോയുടെ സിം ഉപയോഗിക്കുന്ന സാംസങ്ങിൻ്റെയോ മറ്റേത് മൊബൈലോ യൂസ് ചെയ്യാം. ഇത് ഉപയോഗിച്ച് എങ്ങനെ നെറ്റ് കണക്ട് ചെയ്യാം നമുക്ക് നോക്കാം. ഇതറിയാത്ത ഒരുപാട് പേരുണ്ട്. അറിയുന്നവർ ഇത് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡേറ്റ കേബിളിൽ ഓൾറെഡി കണക്റ്റഡാണ്. ഞാൻ ഈ USB ലാപ്പിൽ കണക്ട് ചെയ്യും. ശേഷം ഓപ്പൺ ചെയ്യാതെ അപ്പം കേബിൾ കണക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഇങ്ങനെ ഓപ്ഷൻ കാണിക്കും. അപ്പോൾ ഈ കാണുന്ന USB ടെതറിങ് അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോകുമ്പോൾ ഇവിടെ മോർ എന്നുള്ളൊരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്, ഇതിലേക്ക് നോക്കുമ്പോഴേക്കും ടെതറിങ് ആൻഡ് പോർട്ടബിൾ ഹോട്ട്സ്പോട്ട് എന്ന് കാണിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ USB ടെതറിങ് എഴുതിയേക്കുന്നുണ്ട്. അത് ഓണാണോ എന്ന് കൺഫേം ചെയ്യുക. ഓണാണെങ്കിൽ ബാക്കിലേക്ക് വരിക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ മൊബൈൽ ഡാറ്റ ഓണാക്കിയിടുക. അതിനുശേഷം ലാപ്പിലേക്ക് നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് നോക്കാം. നെറ്റ് കണക്ട് ആയത് നമുക്ക് കാണാം. ഇപ്പം മൊബൈലിൽ നിന്നാണ് കണക്ട് ആയിരിക്കുന്നത്. ഇങ്ങനെയാണ് മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്യുന്ന വിധം. അത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ചെയ്തത്. അറിയുന്നവർ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയാണ് ജിയോയുടെ മൊബൈലിൽ നിന്ന് നെറ്റ് കണക്ട് ചെയ്തത്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ ബ്ലൂടൂത്ത് വഴി വൈഫൈ വഴി കണക്ട് ചെയ്യാൻ അറിയാത്തവർ കമൻറ്റ് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.